Let's start our session. So, welcome to Vibe Coding 101, where prompt meets programming, hosted by Mueller and GEC Palakkad. We are glad to have you all here. Tonight's session is all about how AI is reshaping the way we approach coding, and we have just the right person to walk us through it. Our speaker is a software development engineer intern at In Purple Technologies and the AI IG lead at Mueller Foundation. Let us extend a warm welcome to Naurin AC. Naurin, we are looking forward to your session. Over to you. Okay. Hello. Hello, ma'am. ഓക്കെ ഓഡിയോ കേൾക്കാറല്ലേ? Yeah, clear ആണ്. ഓക്കെ, അപ്പം എല്ലാരും ഏത് ഇയറാ പഠിക്കുന്നത്? നിങ്ങളെല്ലാരും സ്റ്റുഡൻസ് ആണോ? പിന്നെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയേഴ്സ് ആണോ? എങ്ങനെയാണ്? നിങ്ങളെ കുറിച്ച് പറയൂ. പിന്നെ ഏത് കോളേജിൽ നിന്നാണ്? നിങ്ങള് ഒന്നിക്കല് ഓഡിയോ ഓൺ ആക്കിയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ചാറ്റ് ജസ്റ്റ് ഇട്ടോ. നമുക്ക് എന്തായാലും കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് 8:30 ആയിട്ടല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പം കുറെ കോളേജസ് ഉണ്ടല്ലോ, GC പാലക്കാട് മാത്രല്ല. ഒരു 5 minutes കൂടി വെയിറ്റ് ചെയ്യണോ? കുറച്ചുകൂടി ആൾക്കാർ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടോ? നമുക്കൊരു 35 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതും കൂടി പറ, നിങ്ങൾ ഏത് ബ്രാഞ്ചാണ്? എല്ലാവരും CS ആണോ, അല്ല വേറെ ബ്രാഞ്ചസ് എന്നുള്ള ആൾക്കാരുണ്ടോ ഈ സെഷനിൽ? അപ്പൊ അധികം CS IT സർക്യൂട്ട് ബ്രാഞ്ചസ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. ഓക്കെ, നമുക്കെന്നാ പിന്നെ സ്റ്റാർട്ട് ചെയ്താലോ?
ഓക്കെ, 35 നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ എന്ന് പറയണേ. ഓക്കെ. കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാനൊരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് എത്ര ആൾക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആപ്പ്, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം എന്ന് ഐഡിയ ഉണ്ട്, ബട്ട് നിങ്ങൾക്ക് കോഡിങ് അറിയാത്തതുകൊണ്ട് അത് ബിൽഡ് ചെയ്യാനോട്ട് നിങ്ങൾ പോവാതിരുന്നിട്ടുണ്ടോ? ലൈക്ക് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഐഡിയ ഉണ്ട്, ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്, എന്തെങ്കിലും ഉണ്ട്, ബട്ട് നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ അറിയില്ല. അപ്പം നിങ്ങൾ വിചാരിച്ച് കോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ആ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എത്ര ആൾക്കാരെ നിന്നിട്ടുണ്ട്? അപ്പം അതൊക്കെ പണ്ടല്ലേ, ബട്ട് ഇപ്പൊ അങ്ങനെയല്ല. ബട്ട് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാ വെച്ചാല് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം, അത് ബിൽഡ് ചെയ്യാം, ഷിപ്പ് ചെയ്യാം, പ്രൊഡക്ഷൻ റെഡി ലെവലിൽ തന്നെ നമുക്ക് ആപ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഒരു സ്മോൾ ആപ്സ് ആണ്, നമുക്ക് 1 or 2 days അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് ഇരുന്നിട്ട് തന്നെ നമുക്ക് ചെറിയ ആപ്സ് ഒക്കെ ബിൽഡ് ചെയ്ത് ഷിപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് വൈബ് കോഡിങ്. ഓക്കെ, വൈബ് കോഡിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, വൈബ് കോഡിംഗ് എന്ന് വെച്ചാൽ ബിൽഡിംഗ് സോഫ്റ്റ്വെയർ ബൈ ഡിസ്ക്രൈബിംഗ് വാട്ട് യു വാണ്ട് ഇൻ നാച്ചുറൽ ലാംഗ്വേജ്. നാച്ചുറൽ ലാംഗ്വേജ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്ലെയിൻ ഇംഗ്ലീഷിൽ നമ്മൾ LLM-നോട് പറയാണ് നമുക്ക് എന്താണ് ബിൽഡ് ചെയ്യുന്നത്, റാദർ ദാൻ റൈറ്റിംഗ് എവറി ലൈൻ ഓഫ് കോഡ് മാനുവലി. ട്രഡീഷണൽ AI എങ്ങനെ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും പുതിയ ഫീച്ചർ എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്താക്കണം, മാനുവലി നമ്മൾ ഓരോ ഫീച്ചറിന്റെയും കോഡ് ടൈപ്പ് ചെയ്ത്, നമുക്ക് അതിന്റെ കോഡ് അറിയില്ലെങ്കിൽ നമ്മൾ ആ ഒരു ലാംഗ്വേജ് പഠിക്കണം, അല്ലെങ്കിൽ അതിന്റെ കോഡ് സിന്റാക്സ് ഒക്കെ പഠിച്ചെടുത്താലും നമുക്ക് എന്തെങ്കിലും ഒരു ഫീച്ചർ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്തൊരു സംഭവം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഫസ്റ്റ് അത് പഠിക്കണം. ബട്ട് ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ജസ്റ്റ് പ്ലെയിൻ ഇംഗ്ലീഷ് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്താൽ തന്നെ നമുക്ക് ആപ്സ് ഒക്കെ പ്രൊഡക്ഷൻ ലെവലിൽ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു സംഭവത്തിനാണ് വൈബ് കോഡിംഗ് എന്ന് പേരിട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേം കൊണ്ടുവന്നത് ആരെന്ന് വെച്ചാൽ ഒരു ആൻഡ്രേ കർപാത്തി എന്ന് പറയുന്ന ഒരു ഓപ്പൺ AI റിസർച്ചറാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അത്യാവശ്യം ഫേമസ് ആണ്. അയാൾ ടെസ്ലയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ മെയിനായിട്ട് ഒരു വലിയൊരു AI റിസർച്ചറാണ് ആൻഡ്രേ കർപാത്തി എന്ന് പറയുന്നത്. അപ്പം he described vibe coding as you focus mainly on the intent and AI will focus on the implementation. Intent means നമ്മൾ ആ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, നമുക്ക് എന്താണ് ബിൽഡ് ചെയ്തിരിക്കേണ്ടത്, അതിന്റെ ഒരു ഐഡിയന്റെ ക്ലിയർ കട്ട് ഐഡിയ നമ്മൾ LLM-ന് ഫീഡ് ചെയ്ത് കൊടുത്താൽ LLM ഫോക്കസ് ഓൺ ഇംപ്ലിമെന്റേഷൻ. അത് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് ഒക്കെ ബാക്കി AI ബിൽഡ് ചെയ്യും. ഇതാണ് ബേസിക്കലി വൈബ് കോഡിന് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ വാട്ട് ചേഞ്ച് ഹിയർ? പ്രീവിയസ്ലി നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മളൊരു കോഡിങ് പഠിക്കണം, എന്നിട്ടാണ് നമ്മളൊരു സാധനം ബിൽഡ് ചെയ്തെടുക്കുക. ബട്ട് അതിൽ നിന്നൊരു ഷിഫ്റ്റ് ഉണ്ടായി. ഇപ്പൊ എങ്ങനെയാണ്, ഇപ്പൊ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ LLM-ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഐട്രേറ്റ് ചെയ്യുക. ഐട്രേറ്റിംഗ് മീൻസ് നമുക്ക് ഒറ്റയടിക്ക് ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്കൊരു ഫുൾ ഒരു ആപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല. നമ്മളത് കണ്ടിന്യൂസ്ലി ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബഗ് വന്നാൽ അത് ഫിക്സ് ചെയ്യാൻ, അതേപോലെ നമ്മൾ ഐട്രേറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് വേണ്ട ഒരു പ്രൊഡക്ഷൻ റെഡി ആപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇവിടെ ഐഡിയന്ന് നമ്മൾ സാധനം ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും, എന്നിട്ട് ഐട്രേറ്റ് ചെയ്യും, എന്നിട്ടാണ് ഷിപ്പ് ചെയ്യുക. അപ്പൊ ഇതാണ് ഒരു ലൂപ്പ് ഈ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, പിന്നെ ആ ഒരു കോമൺ മിത്ത് പറയാം. പല ആളുകളും വിചാരിക്കും, ഇപ്പം ബിഗിന്നർ ലെവൽ AI ആൾക്കാർക്ക് വിചാരിക്കും ഇത് ജസ്റ്റ് പ്രോട്ടോടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് മാത്രം AI യൂസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ പ്രോട്ടോടൈപ്പ്, ഒരു ഏർലി വേർഷൻ അല്ലെങ്കിൽ സൈഡ് പ്രൊജക്ട് മാത്രം നമുക്ക് AI വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിലർ വിചാരിക്കുന്നുണ്ട്. ബട്ട് in 2026 അതല്ല അതിന്റെ അവസ്ഥ. ബിക്കോസ് ഏജന്റിക് AI കോഡിംഗ് ടൂൾസ് ഒക്കെ ഭയങ്കര ഡെവലപ്ഡ് ആണ്. നമുക്ക് ഫുള്ളി പ്രോംപ്റ്റിൽ കൊടുത്തിട്ടാണ് നമുക്ക് തീരെ ഒരു ലൈൻ പോലും കോഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഫുൾ സ്റ്റാക്ക് ആപ്പ് ബിൽഡ് ചെയ്ത് നമുക്കത് ഹോസ്റ്റ് ചെയ്ത് ഷിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതിൽ വിത്ത് ഇൻക്ലൂഡഡ് ഓതന്റിക്കേഷൻ, ഡാറ്റാബേസ്, പേയ്മെന്റ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് തന്നെ നമുക്കൊരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ 5 fundamental skills of a vibe coder. ഇത് റെപ്ലിറ്റിന്റെ ഫൗണ്ടേഴ്സ് പറഞ്ഞ ഒരു 5 സ്കിൽ സെറ്റ് ആണ്. ഈ സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു പെർഫെക്റ്റ് വൈബ് കോഡർ ആണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് എന്താണ്? തിങ്കിങ്. ഓക്കെ, തിങ്കിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വൈബ് കോഡ് ചെയ്യുമ്പം AI-നെ ഫൗണ്ടർ ആക്കിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല, നമ്മളാണ് ഫൗണ്ടർ. ബട്ട് ബിക്കോസ് AI-ക്ക് തിങ്കിങ് കേപ്പബിലിറ്റി ഇല്ല. നമ്മൾ ഹ്യൂമൻസിന് മാത്രമേ ഉള്ളൂ. അപ്പൊ AI-നെ ഫൗണ്ടർ ആയിട്ട് കാണാണ്ട് നമ്മൾ എന്താക്കാം,
എന്താണ് നമുക്ക് ബിൽഡ് ചെയ്യേണ്ടത്, ഐഡിയ, തിങ്കിങ്, എന്ത് പ്രോബ്ലം ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്, അതൊക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് തിങ്ക് ചെയ്തിട്ട് ഒരു പ്രോപ്പർ ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ബിക്കോസ് AI cannot decide what to build, who the customer is, what problem matters. അതിനുള്ള കേപ്പബിലിറ്റീസ് AIക്ക് ഇല്ല. അപ്പം നമ്മൾ എന്താക്കാം, നമ്മൾ ഫൗണ്ടർ ആയിട്ട് നമ്മൾ AI-നെ അസിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കോഡ് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കുന്നത്, ഈ വൈബ് കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഞാനൊരു ടിപ്പ് പറയുകയാണെങ്കിൽ, യു നീഡ് ടു സ്പെൻഡ് മോർ ടൈം ഡിഫൈനിങ് ദി പ്രോബ്ലം ദാൻ ജനറേറ്റിംഗ് ദി കോഡ്. നമ്മൾ ഇതിൽ കോഡ് ചെയ്യുന്നതിനെക്കാട്ടിയും നമ്മൾ എന്ത് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തെടുക്കാൻ നോക്കുന്നത്, ആ ഒരു കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ AIക്ക് ഇത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം, എന്താണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതാണ് ഈ ഫസ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്, അതായത് തിങ്കിങ്. Second one is framework selection. Before building anything, just ask AI what stack should I use. നമ്മൾ എന്ത് സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു പ്രൊജക്ട് ഉണ്ടാക്കുക, എക്സാമ്പിൾ ഫിറ്റ്നസ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ആപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ എന്താക്കാം, നമ്മൾ ജസ്റ്റ് ഒരു സിംഗിൾ പ്രോംപ്റ്റ് കൊടുക്കുന്നതിനെക്കാട്ടും ബെറ്റർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക എങ്ങനെയാ വെച്ചാല്, നമ്മൾ ടെക് സ്റ്റാക്സ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് ബേസിക് HTML, CSS, JavaScript ഒരു ബേസിക് പ്രൊജക്ട് ആയിരിക്കും ഉണ്ടാക്കിയെടുക്കുക. ബട്ട് നമ്മൾ അതിന് പ്രോംപ്റ്റിലാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. നമ്മൾ റിയാക്ട് യൂസ് ചെയ്യണം, ബാക്ക് എൻഡ് നോഡ് യൂസ് ചെയ്യണം, ഡാറ്റാബേസ്, സൂപ്പർ ബേസ് യൂസ് ചെയ്യണം. അതേപോലത്തെ നമ്മൾ തന്നെ ടെക്സ്റ്റ് സ്റ്റാക്ക് ഡിസ്ക്രൈബ് ചെയ്തെടുത്താൽ അത്രയും ബെറ്റർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പം ഇപ്പൊ നമുക്ക് ഒരു ബിഗിന്നർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രെയിം വർക്ക് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് AI-നോട് തന്നെ ചോദിച്ചു നോക്കുക, ChatGPT-നോട് ചോദിച്ചു നോക്കുക, എനിക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഐഡിയ ഉണ്ട്, അതിന് ഏതായിരിക്കും ബെസ്റ്റ് ടെക് സ്റ്റാക്സ് എന്ന് AI-നോട് ചോദിച്ചാൽ AI എന്നൊരു ലിസ്റ്റ് കിട്ടും. ആ ഒരു ലിസ്റ്റ് വെച്ച് നിങ്ങൾ വൈറ്റ് കോഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ചെക്ക് പോയിന്റ്സ്. ചെക്ക് പോയിന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ വൈബ് കോഡ് ചെയ്യുമ്പോൾ നമ്മൾ AI-നെ ബ്ലൈൻഡ്ലി ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു പ്രൊജക്ടിന്റെ സ്റ്റേജിൽ എത്തി വിചാരിക്കും, എന്നിട്ട് നമ്മൾ ചെറിയൊരു ബഗ് ഫിക്സ് ചെയ്യാൻ പറയുന്നതായിരിക്കും. ബട്ട് ആ ഒരു ബഗ് ഫിക്സ് ചെയ്യുമ്പോൾ പുതിയൊരു ബഗ് കൊണ്ടുവരും. അപ്പൊ നമ്മൾ എപ്പോ ആണെങ്കിലും നമ്മളൊരു പുതിയ ഫീച്ചർ കൊണ്ടുവരാണെങ്കിൽ നമ്മൾ ഗിറ്റ് ഹബ് യൂസ് ചെയ്തിട്ട് കമ്മിറ്റ് ചെയ്യാം. ആ വേർഷൻ ഹിസ്റ്ററി, കോഡിന്റെ വേർഷൻ ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ കറന്റ് പ്രോഗ്രസ്സും ലൂസ് ചെയ്യാണ്ടിരിക്കാണ്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഗിറ്റും ഗിറ്റ് ഹബ് യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓരോ പുതിയ ഫീച്ചേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾക്കിപ്പം ഒരു ഫീച്ചർ കൊണ്ടുവരുമ്പോൾ കുറച്ച് ഇഷ്യൂസ് ആയി. ബട്ട് പഴയ ഫീച്ചേഴ്സിനെ നമ്മൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കോഡ് ഫുള്ള് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓരോ ഫീച്ചേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും നമ്മൾ ഗിറ്റ് ഹബിൽ നമ്മൾ കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ് ബെസ്റ്റ് പ്രാക്ടീസസ്. ഓക്കെ, നെക്സ്റ്റ് സ്കിൽ ഈസ് ഡീബഗിങ്. നമ്മൾ എപ്പോഴും വൈബ് കോഡ് ചെയ്യുമ്പോൾ നമ്മൾ 2 മോഡിലായിരിക്കും വൈബ് കോഡ് ചെയ്യുക. ഒന്ന് പുതിയ ഫീച്ചേഴ്സ് ബിൽഡ് ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് മോഡ് എന്നാണ് ഫിക്സിങ് തിങ്സ് ദാറ്റ് AI ഹാവ് ബ്രോക്ക്. ഞാൻ ഇപ്പം പറഞ്ഞ കാര്യം, ഇപ്പം നമ്മൾ പുതിയൊരു സാധനം ഉണ്ടാക്കുന്നതായിരിക്കും, അതിനിടയിൽ നമ്മൾ വേറൊരു സാധനം ആ ഒരു ഫ്ലോ പൊട്ടിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈ ഒരു 2 കാര്യത്തിന് പുതിയൊരു സാധനം കൊണ്ടുവരാൻ അല്ലെങ്കിൽ വേറൊരു സാധനം ഡീബഗ് ചെയ്യാൻ ആ ഒരു മോഡിലായിരിക്കും നമ്മൾ എപ്പോഴും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക, പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഡീബഗിംഗ് എന്ന് പറയുന്ന ഒരു സൂപ്പർ പവറാണ്. നമ്മൾ എന്തെങ്കിലും സോൾവ് ചെയ്യുന്നുണ്ട് നമുക്കത് ഗിറ്റപ്പ് വെച്ചിട്ട് കമ്മിറ്റ് ചെയ്യുക, എന്നിട്ട് പുതിയ പ്രോബ്ലം സോൾവ് ചെയ്യുക. എന്താണ് ഇപ്പം നമ്മൾ എറർ കോഡ് ഇട്ടെടുത്താൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് LLMs യൂസ് ചെയ്തിട്ട് ആ എറേഴ്സ് ഒക്കെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്കിൽ ഈസ് കോണ്ടെക്സ്റ്റ്. AI പെർഫോംസ് ബേസ്ഡ് ഓൺ ദി കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് മീൻസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്താണ് നമ്മുടെ ഉദ്ദേശം, എന്ത് നീഷയാണ് അല്ലെങ്കിൽ എന്ത് പെയിൻ പോയിന്റ് ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുന്നത്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനൊരു കോണ്ടെക്സ്റ്റ് കൊടുക്കുക. ഒരു ഗുഡ് പ്രോംപ്റ്റിന് എക്സാമ്പിൾ എന്താണ്, ബിൽഡ് എ ഫിറ്റ്നസ് കോച്ചിങ് പ്ലാറ്റ്ഫോം യൂസിങ് റിയാക്ട്, സൂപ്പർബേസ്, സ്ട്രൈപ്പ്, പിന്നെ യൂസർ ഷുഡ് ട്രാക്ക് ദി വർക്ക്ഔട്ട്സ്, പേയ്മെന്റ്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കോണ്ടെക്സ്റ്റ് കൊടുക്കുക. അല്ലാണ്ട് ജസ്റ്റ് ഒരു ഫിറ്റ്നസ് ട്രാക്കർ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ ജസ്റ്റ് ഒരു ബേസിക് എന്തെങ്കിലും റാൻഡം സാധനം മാത്രമേ ജനറേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എത്രത്തോളം കോണ്ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ബെറ്റർ റെസ്പോൺസ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. കോണ്ടെക്സ്റ്റ് മീൻസ് നമുക്ക് പ്രോംപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് കൊടുക്കുക. അപ്പൊ ഈ 5 സ്കിൽസ് ആണ് മെയിൻ ഒരു വൈബ് കോഡിന് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഐ എം ടോക്കിംഗ് അബൌട്ട് PRD. PRD മീൻസ് പ്രൊഡക്റ്റ് റിക്വയർമെന്റ് ഡോക്യുമെന്റ്. PRD എന്ന് വെച്ചാൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കുക. നമ്മളൊരു ഫുൾ സ്റ്റാക്ക് ആപ്പ് ഉണ്ടാക്കാന്ന് വിചാരിക്കും, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന പ്രൊജക്ടിന്റെ പേര്, ഈ ടെക്സ്റ്റ് സ്റ്റാക്ക് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, എന്ത് ടൈപ്പ് ഓഫ് യൂസേഴ്സിലോട്ടാണ് ഈ ആപ്പ് എത്തിക്കാൻ നോക്കുന്നത്, അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡോക്യുമെന്റ്, ഐഡിയ, ടാർഗറ്റ് ഓഡിയൻസ്, ഫീച്ചേഴ്സ്, ടെക്സ്റ്റ് സ്റ്റാക്ക്, യൂസർ ഫ്ലോ, മൈൽ സ്റ്റോൺ, ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ട് അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കി വെക്കുക. അതാണ് ഞാൻ പറയുന്നത് ഒരു ഫുൾ സ്റ്റാക്ക് ഒരു വലിയൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് അതാ.
നമുക്കിപ്പം അത് ചെയ്യാൻ അറിയില്ല, അത് AI കൊണ്ട് ചെയ്യിപ്പിക്കുക. അതൊക്കെ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഒരു വലിയൊരു ഫുൾ സ്റ്റാക്ക് ആപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് ആണ് ഫസ്റ്റ് ഒരു PRD ഉണ്ടാക്കുക, പ്രൊഡക്റ്റ് റിക്വയർമെന്റ് ഡോക്യുമെന്റ്. ബിക്കോസ് വിത്തൗട്ട് എ PRD AI ഇസ് ജസ്റ്റ് ഗെസ്സിങ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോംപ്റ്റ് അല്ലെങ്കിൽ AI ജസ്റ്റ് ഗെസ് ചെയ്തിട്ട് റാൻഡം ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ആണ് വൈബ് കോഡിംഗ് വർക്ക് ഫ്ലോ. വർക്ക് ഫ്ലോ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കുക, ആ ഐഡിയ നമ്മളൊരു PRD ഉണ്ടാക്കി വെക്കുക. പിന്നെ MVP മീൻസ് മിനിമം വയബിൾ പ്രൊഡക്റ്റ്. അതിന്റെ ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ വർക്കിംഗ് ആയിട്ടുള്ള ഒരു മോഡൽ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക, അതിന് ടെസ്റ്റ് ചെയ്യുക, ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു ഫൈനൽ വേർഷൻ നമ്മൾ എന്താക്കുക, ഡിപ്ലോയ് ചെയ്യുക. ഡിപ്ലോയ് മീൻസ് നമ്മൾ ഹോസ്റ്റ് ചെയ്തിട്ട് ലിങ്ക് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ആക്സസ് കൊടുക്കാൻ പറ്റും. അതാണ് ഈ ഹോസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ആ ഒരു ലൂപ്പ്. ഫസ്റ്റ് ഒരു പ്രോംപ്റ്റ് ഉണ്ടാവും, പിന്നെ നമ്മൾ പുതിയ സാധനമൊക്കെ ഉണ്ടാക്കും, അത് ടെസ്റ്റ് ചെയ്യും, ഫിക്സ് ചെയ്യും, ഇംപ്രൂവ് ചെയ്യും, എന്നിട്ട് ഷിപ്പ് ചെയ്യും. ഇതാണ് റിപ്പീറ്റിംഗ് സ്റ്റേജ്. ഈ ഒരു സൈക്കിളിലൂടെയാണ് നമ്മളൊരു വൈബ് കോഡിംഗ് ആപ്പിന് കൊണ്ടുപോകാൻ പറ്റുക. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് ആണ് ലവബിൾ, ബോട്ട്, റെപ്ലിക്. ഇതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏജന്റിക് AI കോഡിംഗ് ടൂൾസ് ആണ്. നമുക്ക് പ്രൊഡക്ഷൻ റെഡി ആപ്സ് ഉണ്ടാക്കാൻ പറ്റും. ലവബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ ടൂൾസ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സൂപ്പർ ബേസ് നമ്മളിപ്പം പ്രോംപ്റ്റ് കൊടുത്താൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ബാക്ക് എൻഡ് ഒക്കെ കണക്ട് ചെയ്ത് തരും. പിന്നെ സ്ട്രൈപ്പ് മീൻസ് നമ്മളെ പേയ്മെന്റ് ഗേറ്റ് വേ ഇല്ലേ, അതിന്റെ ഒക്കെ ടൂൾസ് ഇതിന്റെ MCP വെച്ചിട്ട് ലവബിളിൽ കണക്ട് ചെയ്താൽ നമുക്ക് ഈസിലി ഒരു ഫുൾ സ്റ്റാക്ക് ആപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലത്തെ എക്സാമ്പിൾസ് ആണ് ബോൾട്ട്, റെപ്ലിക്റ്റ്. അതൊക്കെ വേറെ എക്സാമ്പിൾസ് ആണ് കേഴ്സർ, V0, ആന്റി ഗ്രാവിറ്റി, സ്റ്റിച്ച്. ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. ക്ലൗഡ് കോഡ്, ഓപ്പൺ കോഡ്, ഒലാമ. ഓക്കെ, ഇനി നമുക്ക് ഡെമോൺസ്ട്രേഷനിലോട്ട് പോവാം. സോ ഫസ്റ്റ് ഞാൻ ആന്റി ഗ്രാവിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ആന്റി ഗ്രാവിറ്റി ഐ ഹോപ്പ് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സെറ്റപ്പ് എങ്ങനെയാന്ന് പറഞ്ഞിരുന്നോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ്സിൽ ചോദിക്കോ. ആന്റി ഗ്രാവിറ്റി എല്ലാവർക്കും ഫെമിലിയർ ആണോ? സെറ്റ് ചെയ്യുന്നത് പറഞ്ഞോളൂ. ഓക്കെ, ആന്റി ഗ്രാവിറ്റി പണ്ട് യൂസ് ചെയ്ത ആൾക്കാർക്ക് ഒരു പുതിയ അപ്ഡേഷൻ വന്നേരം വേറൊരു വേർഷനിലോട്ട്, ആന്റി ഗ്രാവിറ്റി 2.0, അത് വേറൊരു വേർഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്ക് പഴയ വേർഷൻ, അതായത് IDE മീൻസ് VS കോഡ് പോലത്തെ ഒരു എൻവയൺമെന്റ് ഉണ്ട്. ഇതേപോലെ നമുക്ക് കോഡ് കാണാൻ പറ്റും, കോഡ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു വേർഷനിലോട്ട് നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ആന്റി ഗ്രാവിറ്റി എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ മുകളിൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ ആന്റി ഗ്രാവിറ്റി IDE 2.0 ആണ് ഈ അപ്ഡേഷനിലൂടെ വന്നൊരു വേർഷന്. അപ്പൊ അതിൽ നമുക്ക് കോഡൊന്നും മാനുവലി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റും, ഔട്ട്പുട്ട് കാണാൻ പറ്റും. ബട്ട് നമുക്ക് VS കോഡ് പോലത്തെ ഒരു ടെർമിനൽ, ഒരു IDE കിട്ടണമെങ്കിൽ ഇവിടെ ആന്റി ഗ്രാവിറ്റി ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ആന്റി ഗ്രാവിറ്റി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ നോർമൽ ഗൂഗിൾ ലോഗിൻ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇവിടെ ഡെമോ ആയിട്ടൊരു ആപ്പ് ഞാൻ ജസ്റ്റ് കുറച്ച് മുന്നേ ഞാൻ ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയാണ്. ഞാൻ അതിന്റെ പ്രോംപ്റ്റ് കാണിച്ചു തരാം. ഇതാണ് അതിന്റെ പ്രോംപ്റ്റ്. ഞാനിപ്പം ഡെമോ കാണിക്കുമ്പോൾ ഞാൻ രണ്ട് രീതിയിൽ നമുക്ക് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യുന്ന കാണിച്ചു തരാം. സോ ഫസ്റ്റ് എങ്ങനെയാന്ന് വെച്ചാൽ സിമ്പിൾ പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ആപ്സ് ഒക്കെ ബിൽഡ് ചെയ്തെടുക്കാം, ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ്സ്. പിന്നെ ഒരു വേർഷനാണ് PRD. ഒരു ഫുൾ സ്റ്റാക്ക് ആപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ PRD വെച്ചിട്ട് എങ്ങനെയാണ് ആപ്സ് ബിൽഡ് ചെയ്തെടുക്കുക ഞാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് എങ്ങനെയാ വെച്ചാൽ സിമ്പിൾ പ്രോംപ്റ്റ് വെച്ചിട്ട് എങ്ങനെ ആപ്പ് ക്രിയേറ്റ് ചെയ്യുക, അതാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ ഞാൻ എന്താണ് പ്രോംപ്റ്റ് കൊടുത്തത്? ബിൽഡ് എ സ്റ്റുഡന്റ് സർവൈവൽ ഡാഷ്ബോർഡ്. അതിന്റെ ഫീച്ചേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അസൈൻമെന്റ് ട്രാക്കർ ഇൻക്ലൂഡ് ചെയ്യണം, അറ്റൻഡൻസ് ട്രാക്കർ വേണം, എക്സാം കൗണ്ട് ഡൗൺ, ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ വേണം. പിന്നെ ഇൻക്ലൂഡ് എന്താണ് ഡാർക്ക് മോഡ്, സ്ട്രീക്ക് സിസ്റ്റം, അച്ചീവ്മെന്റ് ബാഡ്ജസ്, ഡിസൈൻ ലൈക്ക് എ ഗെയിമിംഗ് ഡാഷ്ബോർഡ്. അപ്പൊ ഞാൻ എന്താക്കാം, ഗെയിമിംഗ് പോലത്തെ ഒരു വെബ്സൈറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ ആന്റി ഗ്രാവിറ്റി ഈ ഒരു ഐഡിയ ആയിട്ട് ഫെമിലിയർ അല്ലെങ്കിൽ ആന്റി ഗ്രാവിറ്റി എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യും. ഫയലിൽ ഓപ്പൺ ഫോൾഡർ കൊടുത്താൽ നമുക്കൊരു പുതിയ ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ള ഈ ആ ഫോൾഡറിലുള്ള ഫയൽസ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സെക്ഷനിലായിരിക്കും. പിന്നെ ഓരോ ഫയൽസിലും കോഡ് റിവ്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷനിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഈ ഏജന്റിനോട് ഇന്ററാക്ട് ചെയ്യുന്നത് ഇവിടെ തന്നെ ജെമിനിന്റെ ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട്. ഇവിടെ ഫ്ലാഷിന്റെ തന്നെ
3 വേർഷൻസ് ഉണ്ട്. ജെമിനി 3.1 ലോ, ഇവിടെ ജെമിനിന്റെ ലേറ്റസ്റ്റ് മോഡലൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ക്ലോഡിന്റെ 2 മോഡൽസ് ഉണ്ട്. പിന്നെ GPT-ന്റെയും ഓപ്പസ് GPT-ന്റെ OSS ഈ ഒരു വേർഷനും കൂടി നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മോഡൽസിന്റെ യൂസേജ് ട്രാക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ആന്റി ഗ്രാവിറ്റി ID യൂസർ സെറ്റിംഗ്സ് കൊടുത്താൽ ഇവിടെ മോഡൽ സെക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഓരോ മോഡലിൽ ക്വാട്ട എത്ര നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പം ഫ്രീ വേർഷൻ ആയതുകൊണ്ടാണ്. ഇപ്പം എനിക്ക് പേഴ്സണൽ അക്കൗണ്ടിൽ പ്രോ വേർഷൻ ഉണ്ട്. അപ്പൊ ഇത്രക്കൊന്നും ലിമിറ്റ് അടിക്കൂല. ഇതിപ്പം 6 days മോഡൽ റിഫ്രഷ് ആവുന്ന കാണുന്നത്. അപ്പം ഈ ഒരു ചാറ്റ് ഇന്റർഫേസ് ഇതിലൂടെയാണ് നമ്മൾ ഏജന്റിനോട് ഇന്ററാക്ട് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് ദി ടെർമിനൽ സെക്ഷൻ. അപ്പൊ ഞാൻ ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്ത പ്രൊജക്റ്റ് ആണ്. ഈ പ്രൊജക്ട്സ് ഒക്കെ, ഈ ഫയൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി AI ജനറേറ്റ് ചെയ്തതാണ്. ഞാനിപ്പം ടൈപ്പ് ചെയ്ത് കാണിക്കാത്തതെന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കും, കുറച്ച് ലാഗ് ആവും സെഷൻ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കാണിക്കാറ്. ജസ്റ്റ് ഈ ഒരു പ്രോംപ്റ്റ് മാത്രം കൊടുത്തിട്ടാണ് ഇത്രയും ഫയൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ ഒരു റിയാക്ട് ആപ്പാണ്. റിയാക്ട് ടാൻസ്റ്റാക്ക് ഒക്കെ ഉണ്ട്. അപ്പം ഈ ഫയൽസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. മെയിൻ ആയിട്ടുള്ള കോഡ് ഈ SRC എന്ന് പറയുന്ന ഒരു ഫോൾഡറിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതൊക്കെ ഓൾറെഡി നമ്മൾ വീറ്റ് എന്ന് പറയുന്ന ഒരു റാപ്പറിലാണ് നമ്മൾ റിയാക്ടിനെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വരുന്ന ഫയൽസ് ആണ്. പിന്നെ കമ്പോണൻസ്, ഇതൊക്കെയാണ് ഇതിന്റെ കമ്പോണൻസ്. ഇത് റിയാക്ട് ആയതുകൊണ്ടുള്ള ഫയൽസ് ആണ്. പിന്നെ HTML CSS ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം. ബിൽഡ് ദിസ് ആപ്പ് യൂസിങ് HTML CSS JavaScript എന്ന് പറഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ആക്കി തരും. ഇനി ഞാനിപ്പം ജസ്റ്റ് ഈ ഒരു പ്രോംപ്റ്റ് എടുത്ത് ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റ് റൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ടെർമിനൽ. ഇപ്പൊ നിങ്ങൾക്ക് ടെർമിനൽ ടൈപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി റൺ ദിസ് പ്രൊജക്ട്. അപ്പൊ ഈ ഏജന്റ് ഓട്ടോമാറ്റിക്കലി റൺ ചെയ്ത് കാണിക്കും. ഞാൻ വേണമെങ്കിൽ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് കാണിക്കാം. ഓക്കെ, കണ്ടോ npm റൺ. ഇത് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഇത് ടെർമിനലിൽ റൺ ആയി ബാക്കിൽ. നമുക്ക് ഇപ്പം നോൺ കോഡറിനാണെങ്കിൽ ഇങ്ങനെ ടെർമിനൽ കമാൻഡ്സ് അറിയണ്ടാവില്ല. അപ്പൊ അവർക്ക് ജസ്റ്റ് ചാറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ എൻഡ് പോയിന്റ്. ഇതാണ് ഇത് ബിൽഡ് ചെയ്തെടുത്ത ആപ്പ്. ഗെയിമിഫിക്കേഷൻ നമ്മൾ പറഞ്ഞില്ലേ, ഗെയിം മോഡിൽ ഉണ്ടാക്കാൻ പറഞ്ഞ്, അതുകൊണ്ടാണ് ഈ ഒരു മോഡല്. ഇതിൽ ചെറിയ ഓഡിയോ എഫക്ട്സ് ഒക്കെ ഉണ്ട്. ഇതാണ് മെയിൻ ഡാഷ്ബോർഡ്. മാത്തമാറ്റിക്സ്, നമുക്ക് അറ്റൻഡൻസിന്റെ ഒക്കെ നമുക്ക് ഇവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റും. റീഇൻഫോഴ്സ്, പിന്നെ ഓരോ സബ്ജക്ട്സ് ഇവിടെ അറ്റൻഡ് ആണെങ്കിൽ അറ്റൻഡ് പെർസെന്റേജ് ഇവിടെ കൂടി വരും. സ്കിപ്ഡ് ആണെങ്കിൽ കുറഞ്ഞു വരും. ഗെയിമിഫിക്കേഷൻ കൊടുത്തോണ്ടാണ് ആ ഓഡിയോ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ആ ഒറ്റൊരു പ്രോംപ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റാണ്. ക്വസ്റ്റ് ലോഗ്, ഇവിടെ ന്യൂ ക്വസ്റ്റ് അസൈൻമെന്റ്സ് ഒക്കെ ഇല്ല, അതൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു വെബ്സൈറ്റിന് സെക്ഷൻ വന്നിട്ടുള്ളത്. പിന്നെ GPA ട്രാക്ക് ചെയ്യാൻ വേണ്ടി പ്രീവിയസ് GPA, കംപ്ലീറ്റഡ് ക്രെഡിറ്റ്സ്, ആ ഒരു സെക്ഷൻ. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം ആന്റി ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഓൾമോസ്റ്റ്. ഈ ആന്റി ഗ്രാവിറ്റി സെക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കൂ. എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. നിങ്ങൾക്ക് പിന്നെ പ്രോംപ്റ്റിങ്ങിന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിനോട് തന്നെ ചോദിച്ചാൽ മതി. ഗൂഗിൾ തന്നെ നമുക്ക് കുറെ പ്രോംപ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കി തരും. ഇതിപ്പോ ഞാൻ ChatGPT ഇട്ട പ്രോംപ്റ്റ് ഐഡിയാസ് ആണ്. ജസ്റ്റ് ബേസിക് പ്രൊജക്ട്സിനുള്ള ഐഡിയാസ്, എക്സ്ക്യൂസ് ജനറേറ്റർ, സ്റ്റാർട്ടപ്പ് ഐഡിയ ജനറേറ്റർ, ഇതേപോലത്തെ ചെറിയ ചെറിയ സിമ്പിൾ പ്രോംപ്റ്റ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാനാണെങ്കിൽ ഇതുപോലത്തെ ചെറിയ പ്രോംപ്റ്റ്സ് വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൽ വേണമെങ്കിൽ ഞാൻ ഒരു പ്രൊജക്റ്റും കൂടി ഉണ്ടാക്കി കാണിക്കുകയാണെങ്കിൽ, ഇതാണ് ഞാൻ ഇപ്പൊ കൊടുത്തത്, സ്റ്റുഡന്റ് സർവൈവൽ ഡാഷ്ബോർഡ്. പിന്നെ റൂംമേറ്റ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റ്, കോമ്പൗണ്ട് മാച്ചർ വേണമെങ്കിൽ ഇതിലൊന്നുകൂടി ട്രൈ ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഞാൻ ലാസ്റ്റ് ഔട്ട് കാണിച്ചത്. ആന്റി ഗ്രാവിറ്റിനെ കുറിച്ച് ഇത്രയാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. നമുക്ക് ഇതിൽ വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റൻഷൻസ് ആഡ് ചെയ്യാൻ പറ്റും.
എക്സ്റ്റൻഷൻസ് നമ്മൾ VS കോഡ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. ഇവിടെ VS കോഡ് ഡിഫറെന്റ് എക്സ്റ്റൻഷൻസ് ഉണ്ട്. ഇതാണ് ഡോക്കർ, അതേപോലത്തെ എക്സ്റ്റൻഷൻസ് നമുക്ക് ഇതിലും ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ഓപ്പൺ കോഡ് ഉണ്ട്. ഓപ്പൺ കോഡ് മീൻസ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഇതേപോലത്തെ ഒരു ഐഡിയ ആണ്. ഓപ്പൺ കോഡിന്റെ CLI ഉണ്ട്, ആപ്പ് ആയിട്ടും ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ലൈക്ക് കോഡ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റ്ലി ആപ്പിലാണെങ്കിൽ. ഇതാണ് ഇതിന്റെ കേൾ കമാൻഡ്. ഈ ഒരു കേൾ കമാൻഡ് കൊടുത്തിട്ട് ഈ ടെർമിനലിൽ കോപ്പി പേസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ ഓപ്പൺ കോഡ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ആന്റി ഗ്രാവിറ്റിയിൽ ഇതിന്റെ ഐ മീൻ ഇതില്ലേ എക്സ്പയർ ആവാൻ ടോക്കൺസ് എക്സ്പയർ ആവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ ഓപ്പൺ കോഡ് ഇവിടെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാം. ഇതാണ് ഓപ്പൺ കോഡ്. പിന്നെ ഇതിലെ എക്സ്റ്റൻഷൻസ് നിങ്ങൾക്ക് ഓപ്പൺ കോഡിന്റെ എക്സ്റ്റൻഷൻ ഇത് ഓപ്പൺ കോഡിന്റെ എക്സ്റ്റൻഷൻസ് ഇവിടെ ഡയറക്ട്ലി ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ എക്സ്റ്റൻഷൻസ് ആണ് ബ്ലാക്ക് ബോക്സ് ഒക്കെ. നിങ്ങൾക്ക് അറിയായിരിക്കും ബ്ലാക്ക് ബോക്സ് ഒരു LLM ആണ്. അപ്പൊ അതിന്റെ തന്നെ ഏജന്റിനെ നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതൊക്കെ നമുക്ക് ടെർമിനൽ വഴി ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ കിലോ കോഡ്, ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് വേർഷനാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് CLI ടെർമിനൽ വഴി ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇതിൽ കുറെ ഫ്രീ വേർഷൻ ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. ഇതേപോലെ ലിമിറ്റ് ഒന്നും അടിക്കൂല. ഓക്കെ, ഇപ്പൊ ഞാൻ പ്രോംപ്റ്റ്സ് വെച്ചിട്ടുള്ള സിമ്പിൾ പ്രോംപ്റ്റ്സ് വെച്ചിട്ടുള്ള ആപ്സ് ബിൽഡ് ചെയ്യുന്നത് കാണിച്ചത്. അടുത്ത് ഞാൻ PRD വെച്ചിട്ടൊരു ഫുൾ സ്റ്റാക്ക് ആയിട്ടുള്ള ഒരു ആപ്പ് എങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചത്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾക്ക് PRD ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് ChatGPT പോയിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തുള്ളൂ. ഇതിപ്പം ഓൾറെഡി എനിക്ക് ChatGPT ഐഡിയാസ് തന്നു. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞ ഐ എം സെലക്ടിങ് റെസ്റ്റോറന്റ് ഓപ്ഷൻ ഓപ്പറേഷൻസ് ഡാഷ്ബോർഡ് ഐഡിയ. Think as a senior product manager, generate me a detailed PRD for this product. Specify the tech stack, main features, phases, etc. ഈ ഒരു പ്രോംപ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് തിങ്ക് ആസ് എ പ്രൊഡക്റ്റ് മാനേജർ. പ്രൊഡക്റ്റ് മാനേജർ മീൻസ് ഒരു ആപ്പ് ഉണ്ടാക്കുമ്പം ആ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പം അതിന്റെ PRD മെയിൻലി പ്രിപ്പയർ ചെയ്യുന്നത് പ്രൊഡക്റ്റ് മാനേജേഴ്സ്, പ്രൊഡക്റ്റ് ഡിസൈനേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത് തിങ്ക് ആസ് എ മീൻസ് ഇവിടെ ഞാൻ LLM ഒരു റോൾ കൊടുക്കുകയാണ്. ഞാൻ പ്രോംപ്റ്റ് വഴിയിൽ തിങ്ക് ആസ് എ സീനിയർ പ്രൊഡക്റ്റ് മാനേജർ എന്ന് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പ്രോംപ്റ്റിൽ എനിക്ക് ഇവിടെ PRD ജനറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ lovable.devil പോവാ. ജസ്റ്റ് ലോഗിൻ ചെയ്യാനേ ഉള്ളൂ. ഈസി ഇന്റർഫേസ് ആണ്. ലവബിൾ പോയിട്ട് ഇവിടെ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാം. ഇവിടെ കോപ്പി ചെയ്ത പ്രോംപ്റ്റ് ഇല്ലേ, BRDന്റെ പ്രോംപ്റ്റ് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ലവബിളിന് ഇട്ടെടുത്താൽ മതി. ഇത് കുറച്ച് ടൈം എടുക്കും, ഒരു 5 to 6 minutes എടുക്കും. അപ്പൊ ഞാൻ ഇതിനു മുന്നേ ചെയ്തു വെച്ചതുണ്ട്, അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് മുന്നേ ചെയ്തതാണ്. അതിന് മുന്നേ ലവബിളിൽ ഞാനൊരു ഓവർവ്യൂ തരാം. അപ്പൊ ഇതാണ് ലവബിളിന്റെ ഇന്റർഫേസ്. നിങ്ങൾക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഡിസൈൻ ഉണ്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഉണ്ട്, എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഫയലിലെ സ്ക്രീൻഷോട്ട് അത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് അതേപോലത്തെ സാധനം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡിസൈൻ കൊടുക്കാം, കണക്ടേഴ്സ് കൊടുക്കാം, ഡാറ്റാബേസ്, ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ടൂൾസ്, ഡിഫറെന്റ് ടൂൾസ് ഇവിടെ കാണാം. ക്ലൗഡ്, സ്ട്രൈപ്പ് മീൻസ് ഞാൻ പേയ്മെന്റ്സിന് പറഞ്ഞ കാര്യം, പിന്നെ ഷോപ്പിഫൈ, ലിങ്ക്ഡിൻ, ഇതേപോലത്തെ കുറെ ടൂൾസ്, ജിമെയിൽ, ഇതൊക്കെ ഇതിന്റെ MCP ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് പ്രോംപ്റ്റ് ത്രൂ നമുക്ക് ഇതൊക്കെ ആക്സസ് ചെയ്ത് മോഡിഫൈ ചെയ്യാൻ പറ്റും. ടെലഗ്രാം ഉണ്ട്, 11 Labs, ഡോക്സ്. പിന്നെ ഗിറ്റബ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കമ്മിറ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഗിറ്റബിലോട്ട് പോകും. അപ്പൊ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ പ്രൊജക്റ്റിന് കാണിച്ചു തരാം. ഞാൻ ആ PRD ഫുൾ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് അപ്പൊ എന്നോട് ഇവിടെ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, വാട്ട് ഷുഡ് ഐ ബിൽഡ് ഫസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞതിൽ ഞാൻ ഫേസ് വൈസ് ആണ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് കാണിച്ചത്. ഇവിടെ പ്രൊഡക്റ്റ് നെയിം ഉണ്ട്, കാറ്റഗറി ഉണ്ട്, വിഷൻ എന്താണ്, ഞാൻ എന്റെ പ്രൊഡക്റ്റിന്റെ വിഷൻ എന്താണ്, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്,
ടാർഗറ്റ് യൂസേഴ്സ്, റെസ്റ്റോറൻറ്റ് ഓണേഴ്സും റെസ്റ്റോറൻറ്റ് മാനേജേഴ്സും പിന്നെ കിച്ചൺ സ്റ്റാഫ്സ്, അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ റോൾസ് കൊടുത്ത് പിന്നെ എന്തൊക്കെ പേഴ്സോണാസ് ആണ്, മെയിൻ ഫീച്ചേഴ്സ്, റെസ്റ്റോറൻറ്റ് ഡാഷ്ബോർഡ് വേണം, ഇൻവെന്ററി മാനേജ്മെന്റ്, ഇതേപോലത്തെ മെയിൻ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഇതിൽ. പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഫ്യൂച്ചർ ഫീച്ചേഴ്സ്, പിന്നെ യൂസർ ഫ്ലോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ലോഗിൻ ചെയ്യുമ്പോൾ ഡാഷ്ബോർഡിലോട്ട് പോകും, അവിടുന്ന് മൊഡ്യൂൾസ് ചൂസ് ചെയ്യും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് PRD കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ ജനറേറ്റ് ആയി വരും. ബാക്കിന്റെ സൂപ്പർബേസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഡാറ്റാബേസ് PostgreSQL ആണ്. ഒത്തന്റിക്കേഷൻ, ഹോസ്റ്റിംഗ്, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു പ്രോംപ്റ്റ് ആണ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, വാട്ട് ഷുഡ് ഐ ബിൽഡ് ഫസ്റ്റ്? അപ്പൊ ഞാൻ phase 1 ഓൺലി വന്നു. phase 1 ഓൺലി മീൻസ് ലോഗിനും ഡാഷ്ബോർഡും. ഓക്കെ, ഞാൻ അത് ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ വിഷ്വൽ ഡയറക്ഷൻസ്, ഇമെയിൽ, പാസ്വേഡ്, ഇങ്ങനെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഇത് ആൻസർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് ഇത് ബിൽഡ് ചെയ്തെടുത്ത് ഫസ്റ്റ് വേർഷൻ ആണ് ഇത്. ഫസ്റ്റ് വേർഷന്റെ പ്രിവ്യൂ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഡാഷ്ബോർഡ്. ഞാൻ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ്, ഇപ്പം എനിക്കിപ്പം ചെറിയൊരു ലാൻഡിംഗ് പേജ് ആണ്, ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടി വലിയ ഡാഷ്ബോർഡ് കിട്ടും. പിന്നെ ഇവിടെ സൈൻ ഇൻ, ഇതൊക്കെ ജസ്റ്റ് ആ ഒറ്റൊരു പ്രോംപ്റ്റിൽ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിപ്പോ ഞാൻ ഓൾറെഡി സൈൻഡ് ഇൻ ആയതുകൊണ്ടാണ് ഇവിടെ സൈൻ ഇൻ, ക്രിയേറ്റ് അക്കൗണ്ട് ഉണ്ട്, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഉണ്ട്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി സൂപ്പർബേസ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഒത്തന്റിക്കേഷൻ, ആ ജസ്റ്റ് ആ ഒരു PRD കൊടുത്തു തരാം, അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കിയ ഒരു ലോഗിൻ ഇന്റർഫേസ് ആണ്. അപ്പൊ ഞാനിവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എടുക്കാണ്. സൈൻ ഇൻ. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് phase 1 ജസ്റ്റ് ലോഗിനും ഡാഷ്ബോർഡും മാത്രം ഇംപ്ലിമെന്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു മെയിൻ പേജ് തന്നെ കിട്ടിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഇവിടെ ഡാഷ്ബോർഡ് അനാലിറ്റിക്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇൻവെന്ററി വാല്യൂ, ഇതൊക്കെ ഡമ്മി ഡാറ്റ ആണ്, നമ്മൾ അതിന്റെ ഡാറ്റ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇതിൽ ഇൻവെന്ററി സെക്ഷൻ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ ഞാൻ നേരത്തെ കൊടുത്ത ആഡ് ചെയ്ത ഐറ്റം ആണ്. ഇൻവെന്ററി മീൻസ് അവിടെ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്ന സംഭവങ്ങൾ, ട്രാക്ക് ഇൻഗ്രീഡിയൻസ്, സ്റ്റോക്ക് ലെവൽസ് എക്സെട്ര. ഇപ്പൊ പുതിയ ഐറ്റം ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പേര് കൊടുക്കുക. ഫിഷ്, ഇവിടെ കാറ്റഗറി, ഇവിടെ റാൻഡം ഡാറ്റ ഞാൻ കൊടുക്കുന്ന എക്സ്പയറി ഡേറ്റ് സെറ്റ് ചെയ്ത് ആഡ് ഐറ്റം. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി ബാക്ക് എൻഡിൽ കണക്ട് ചെയ്തിട്ട് ഡാറ്റാബേസിലോട്ട് അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ഇവിടുന്ന് ഞാൻ റീഫ്രഷ് ചെയ്താലും ഈ ഡാറ്റ ലൂസ് ചെയ്യില്ല, ബിക്കോസ് നമ്മൾ ബാക്കിലാണ് ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് കൊടുത്തിട്ട് റീഫ്രഷ് ചെയ്താലും ആ സാധനം തിരിച്ചു വരില്ല. അപ്പം ബാക്ക് എൻഡും ഡാറ്റാബേസ് ഒക്കെ സെറ്റ് ആണ്. അപ്പൊ ഇതാണ് phase 1 നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് phase 2 കൊടുത്തു. അപ്പൊ അത് എന്നോട് കുറച്ച് ഡീറ്റെയിൽസ് അയച്ചു. ഇല്ല, ഡീറ്റെയിൽസ് അയച്ചിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാഫ്, വെൻഡേഴ്സ്, ഈ ഒരു സെക്ഷൻസ് ആണ് ഞാൻ phase 2 ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ പ്രിവ്യൂ കാണിച്ചു തരാം. phase 2 ഈ 3 മൊഡ്യൂൾസും കൂടി വന്നിട്ടുണ്ട്. സ്റ്റാഫ് മാനേജ്മെന്റ്, വെൻഡേഴ്സ് മാനേജ്മെന്റ്, എക്സ്പെൻസസ്. സ്റ്റാഫിൽ ഇപ്പൊ നമുക്ക് പുതിയ സ്റ്റാഫിന് ഇവിടെ ആഡ് ചെയ്യാം. ആഡ് സ്റ്റാഫ്, ടെസ്റ്റ്, ഇവിടെ റോൾ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഇത് റോൾ ബേസ്ഡ് ആണ്. വെച്ചാൽ ഒരു ബെഞ്ചിന് വിചാരിക്കും, ഒരു റെസ്റ്റോറന്റ് ആണെങ്കിൽ അവിടെ കുറെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെ.
അപ്പം എല്ലാവർക്കും സെയിം വ്യൂ ആയിരിക്കില്ല നമ്മൾ ഈ ഒരു ആപ്പ് ഈ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ. ലൈക്ക് മാനേജേഴ്സിന് എല്ലാ മൊഡ്യൂൾസും ആക്സസ് ഉണ്ടാവും. പിന്നെ കിച്ചൺ സ്റ്റാഫിന് കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് മാത്രമേ ആക്സസ് ഉണ്ടാവും. അതിനാണ് റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ റോള് സെറ്റ് ചെയ്താൽ ഇപ്പൊ ഇവിടെ മാനേജർ എന്ന് കൊടുത്താൽ എല്ലാ മൊഡ്യൂൾസും വിസിബിൾ ആയിരിക്കും. ഇപ്പൊ ഇവിടെ കുക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ഉണ്ടെങ്കിൽ അതിന് മാത്രമേ ആക്സസ് കിട്ടുള്ളൂ. അതാണ് ഒരു ആർബാക് സിസ്റ്റം എന്ന് പറയുന്നത്. അതിപ്പം ഇനീഷ്യൽ ഫേസിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല, ബട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കും. പിന്നെ ഇവിടെ അവേർലി റേറ്റ് സെറ്റ് ചെയ്യാം, $40. പിന്നെ ഇമെയിൽ സാമ്പിൾ കൊടുക്കുക, ഫോൺ കൊടുക്കുക, ആഡ് സ്റ്റാഫ്. ഇവിടെ സ്റ്റാഫ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ വെൻഡേഴ്സ് എക്സ്പെൻസ് ഒക്കെ നമുക്ക് ഇവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ട്രാക്ക് ചെയ്യുന്നതിനകത്ത് ഡാഷ്ബോർഡിൽ അപ്ഡേറ്റ് ആയിട്ടും വരും. അപ്പം ഇതാണ് ഞാനിപ്പം ഈ ആ ഒരു PRT വെച്ചിട്ട് ഞാൻ ലവബിളിൽ കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്ത എൻ്റെ ഒരു ആപ്പ്. ഇപ്പൊ നിങ്ങളൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് ഇത് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, അവർക്കൊക്കെ ഇതിനെ ആക്സസ് ചെയ്യണം എന്ന് വിചാരിക്കും. അതിന് നമ്മൾ എന്താ ചെയ്യാം, നമുക്കത് ഹോസ്റ്റ് ചെയ്യണം. ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും നമുക്ക് ലവബിൾ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഡാഷ്ബോർഡിൽ വന്നാൽ ഓൾ പ്രൊജക്ട്സ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ പ്രൊജക്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു ഐക്കൺ ഇല്ലേ, ഈ ഒരു ബ്ലൂ ഐക്കൺ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് പബ്ലിഷ് ചെയ്യാനുള്ള ഓപ്ഷൻ. നമുക്ക് ലവബിൾ തന്നെ നമ്മൾ ചെയ്ത വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഒരു വെബ്സൈറ്റ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഡൊമൈൻ, ഈ ഒരു പേര് culinary.zendesk.lovable.app, ഈ ഒരു പേര് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ കസ്റ്റമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത ഡൊമൈൻ ഉണ്ടെങ്കിൽ അതിവിടെ കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ വിസിബിലിറ്റി പബ്ലിക് ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഓൾറെഡി സെക്യൂരിറ്റി ഇഷ്യൂസ് ഇത് കാണിച്ചിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ട് റോൾ ബേസ്ഡ് ആക്സസ് സെറ്റ് ചെയ്യാത്തതുകൊണ്ടുള്ള സെക്യൂരിറ്റി ആണ്. അപ്പൊ ഞാനിപ്പോ അത് നോക്കുന്നില്ല. അപ്പൊ ഇത് ഞാൻ എന്താക്കി പബ്ലിഷ് ചെയ്തു. ഈ ഒരു കസ്റ്റമായിട്ട് വന്ന ഈ ഒരു ഡൊമൈൻ തന്നെ വെച്ചിട്ട് ഞാനത് ഹോസ്റ്റ് ചെയ്തു. എനിക്ക് ഈ ലിങ്ക് വെച്ചിട്ടാണെങ്കിൽ ഇപ്പം എനിക്കിത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഷിപ്പിങ്ങും മൊത്തത്തിൽ നമുക്കിപ്പം ലവബിളിൽ ചെയ്യാൻ പറ്റും. അറിയില്ല ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ ലിങ്ക് ഇതിലിടാം. വേഴ്സലിൽ ഡിപ്ലോയ് ചെയ്യുമ്പോൾ പേര് മാറ്റാൻ പറ്റില്ല. വേഴ്സലിലും പേര് മാറ്റാം. നമുക്ക് ഇതിൽ ചെയ്യുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് പേര് മാറ്റാൻ പറ്റും. വേഴ്സലിൽ മീൻസ് നമുക്ക് ഈ ഒരു പ്രൊജക്ട് ഗിറ്റബിലോട്ട് അപ്ലോഡ് ചെയ്ത് വേഴ്സലിൽ കണക്ട് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ടത്. ഇതിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പം ഡിപ്പെൻസ് അപ്പോൺ യുവർ ചോയ്സ് ആണ്. നമുക്ക് എങ്ങനെയാ വേണ്ട അതേപോലെ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി വേറെ കുറച്ച് ടൂൾസ് ഞാൻ കാണിച്ചു തരാം. വേഴ്സലിന്റെ തന്നെ ഒരു കോഡിംഗ് ടൂൾ ഉണ്ട്. ഇതാണ് V0. ഞാൻ നേരത്തെ ഇവിടെ കാണിച്ചൊരു പ്രോംപ്റ്റ് ഇല്ലേ, സ്റ്റുഡന്റ് സർവൈവൽ ഡാഷ്ബോർഡ്, സെയിം പ്രോംപ്റ്റ് വെച്ചിട്ട് ഞാൻ വേഴ്സൽ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾക്ക് സെയിം പ്രോംപ്റ്റിൽ ഡിഫറെന്റ് കോഡിംഗ് ടൂൾസ് എങ്ങനെയാണ് വെബ്സൈറ്റ്സ് ബിൽഡ് ചെയ്തെന്നുള്ള ഒരു ഓവർവ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സെയിം ജസ്റ്റ് ആ ഒരു സിംഗിൾ പ്രോംപ്റ്റിലാണ് ഇത് ഫുള്ള് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇതിന് ജസ്റ്റ് വെയിറ്റ് ചെയ്യണം, ഒരു 5-6 ചിലപ്പോൾ 10 മിനിറ്റ് ഒക്കെ എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ലൈവായിട്ട് ചെയ്ത് കാണിക്കാത്തത്. ഇത് കണ്ടില്ലേ, സ്ട്രീക്സ് ഒക്കെ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അച്ചീവ്മെന്റ്സ് അൺലോക്ക് ചെയ്യാം, പിന്നെ അസൈൻമെന്റ്സ് ട്രാക്ക് ചെയ്യാന്, അറ്റൻഡൻസ് ട്രാക്ക് ചെയ്യാന്, എക്സാംസ്, GPA എസ്റ്റിമേറ്റ്, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലാണ്. ഇതിന്റെ UI മറ്റൊന്നും അത്ര അടിപൊളിയല്ല, ബട്ട് ഫോർ ബിഗിനേഴ്സ് ഇത് ട്രൈ ചെയ്യാനൊക്കെ നൈസാണ്. ഇവിടെ നമുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൊമൈൻ കസ്റ്റമൈസ് ചെയ്യാം, പബ്ലിക് അല്ലെങ്കിൽ നമുക്ക് മാത്രം വിസിബിലിറ്റി കൊടുക്കാം. പിന്നെ ഇതിൽ ഗിറ്റബ് കണക്ട് ചെയ്തിട്ട് റെപ്പോസിറ്ററി കണക്ട് ചെയ്യാം. അപ്പം ഇതാണ് V0 എന്ന് പറയുന്ന ഒരു LLM. നെക്സ്റ്റ് ലവബിൾ പോലത്തെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് റെപ്ലിറ്റ്. ഞാൻ അതിന്റെ പേരൊക്കെ പറഞ്ഞിരുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നമ്മൾ ലവബിൾ ചെയ്ത പോലെ തന്നെ സെയിം പ്രോംപ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇവിടെ ചൂസ് ചെയ്യാം, വെബ്സൈറ്റ് ആണോ, മൊബൈൽ ആണോ, ഡിസൈൻ ആണോ, സ്ലൈഡ്സ് ഒക്കെ നമുക്ക് റെപ്ലിറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതും നല്ല പവർഫുൾ ആയിട്ടുള്ള റീജന്റ് ആണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഫിഗ്മ അറിയത്തില്ലേ, UI ഡിസൈനൊക്കെ യൂസ് ചെയ്യുന്നത്. ആ ഫിഗ്മന്റെ തന്നെ ഒരു ഓട്ടോമാറ്റഡ് വേർഷൻ ആണ് ഗൂഗിളിന്റെ സ്റ്റിച്ച്.
അത് നമുക്ക് പ്രോംപ്റ്റ്സ് വഴി നിങ്ങൾക്ക് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഞാൻ പറയില്ല, ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ സ്ക്രീൻഷോട്ട് മീൻസ് നിങ്ങൾക്കൊരു ഡിസൈൻ ഐഡിയ ആണെങ്കിൽ നമുക്ക് ഈ സ്റ്റിച്ച് യൂസ് ചെയ്യാം. ഇതും നമുക്ക് പ്രോംപ്റ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോ ഞാൻ കുറച്ച് മുന്നേ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റിച്ച് ഡിസൈൻ ആണിത്. ഇതൊരു ഫിറ്റ്നസ് ട്രാക്കർ ആപ്പിന്റെയാണ്. ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ ഞാൻ ഇത് ഓൾറെഡി ഒരു ഡിസൈൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. പിന്നെ എല്ലാ പേജസ് അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഡാർക്ക് മോഡ്. ലൈറ്റ് മോഡിന്റെ വേർഷൻ ഇത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയി തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ ഏത് സ്ക്രീൻ ആണെന്ന് ചൂസ് ചെയ്തിട്ട് ഡാഷ്ബോർഡ് ഹോം ഇതിവിടെ നമുക്ക് വേണ്ട ചേഞ്ചസ് എന്താണ് വെച്ചാൽ നമുക്ക് ഇവിടെ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ മോഡൽസ് ഫ്ലാഷ് ഉണ്ട്, പിന്നെ 3.1 Pro, പിന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ അത് റീഡിസൈൻ ചെയ്ത് തരും. വേണമെങ്കിൽ ഇത് കാണിച്ചു തരാം. ഇതിനൊരു ഏജന്റ് റൺ ചെയ്യുന്നുണ്ട്. അപ്പം ഫിഗ്മയിലുള്ള പോലെ തന്നെ പ്രോട്ടോടൈപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് പ്രോംപ്റ്റ് വഴി. ഇതൊക്കെ മാനുവലി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കലി ഒരു ഡിസൈൻ സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇൻസ്പിറേഷന് വേണമെങ്കിൽ ഇത് ടൂൾ റിലേറ്റഡ് അല്ല, ബട്ട് ഡിഫറെന്റ് വെബ്സൈറ്റ് ഉണ്ട്. ഇപ്പൊ ഇൻട്രസ്റ്റ് യൂസ് ചെയ്യാം, ഡ്രിബിള്, ഇതിലൊക്കെ യൂസ് ചെയ്താൽ ഇതിന്റെ സ്ക്രീൻഷോട്ട്സും ഫയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് AI കൊടുത്തിട്ട് അതേപോലത്തെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് കൊടുത്തിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് ആണെങ്കിൽ ഇത് റെപ്ലിക്കേറ്റ് കൊടുത്തിട്ട് ഈ ഒരു ഡാഷ്ബോർഡ് റീക്രിയേറ്റ് ചെയ്യാൻ പറയാം. അതേപോലെ നമുക്ക് കുറെ മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പം ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ബട്ട് ഇതേപോലത്തെ ഒരു ഐഡിയാസ് ഒക്കെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഫിഗ്മ ഫയൽ അപ്ലോഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ആ ഒരു ലാൻഡിംഗ് പേജ് റീഡിസൈൻ ചെയ്ത് നമുക്ക് നോക്കാം. സ്റ്റിച്ച് വെച്ചിട്ട് ഇപ്പൊ ഞാൻ മൊബൈൽ വേർഷന് കൊടുത്ത അതുകൊണ്ടാണ് ഇങ്ങനെ ലോങ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഡൗട്ട് വെച്ചിട്ടുണ്ട്. ക്യാൻ ലോക്കൽ LLM ലൈക്ക് Qwen or Llama via Olama gives the same results on how much will it vary from what? റിസൾട്ട്സ് നമുക്ക് സെയിം റിസൾട്ട്സ് കിട്ടണമെന്നില്ല. ഇപ്പം ഫ്ലാഷ് ഒക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡൽസ് അല്ലേ. പിന്നെ ലോക്കലി റൺ ചെയ്യുമ്പോൾ നമ്മൾ ഡിവൈസ് സ്പെക്ക് അനുസരിച്ചിട്ടായിരിക്കും അത് അതിന്റെ സ്പീഡ് ഉണ്ടാവുക. നമ്മള് ലോ സ്പെക്കുള്ള ഡിവൈസ് ആണെങ്കിൽ ഓലാമ റൺ ചെയ്ത് ലോക്കലി അപ്പം ഭയങ്കര ടൈം എടുക്കും. ഒരു 10 minutes ഒന്നും പോരാ. ഒരു ചിലതൊക്കെ 20 minutes ഒക്കെ എടുത്തിട്ടുണ്ട് എന്റെയൊക്കെ. അപ്പം ലോക്കലി റൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഡിവൈസ് സ്പെക്സ് നിങ്ങൾ ChatGPT-നോടോ ഏതെങ്കിലും ഒരു LLM ഇട്ട് കൊടുത്തിട്ട് എന്റെ ഈ ഒരു ഡിവൈസ് സ്പെക്സിൽ ഫ്രീ ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന മോഡൽ ഏതാണെന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ അത് നമ്മള് ലാപ്പിന്റെ സ്പെക്കിന് കംഫർട്ടബിൾ ആയിട്ടുള്ള മോഡൽസ് പറഞ്ഞുതരും. അത് നിങ്ങൾക്ക് റൺ ചെയ്താൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് കിട്ടുമായിരിക്കും. ബട്ട് ഔട്ട്പുട്ട് വൈസ് ക്വെന്ന്, ലാമ, ഐ ഡോണ്ട് തിങ്ക് ജെമിനി വേർഷനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ജെമിനിയാണ് കുറച്ചുകൂടി ബെസ്റ്റ്. കോഡിംഗ് ആണെങ്കിലും ഇമേജ് ജനറേഷനും എല്ലാം നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ജെമിനിയാണ്. ഗൂഗിൾ AI സ്റ്റുഡിയോയും കുറച്ചുകൂടി ബെറ്റർ. അതിൽ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ആ ഒരു ലാൻഡിംഗ് പേജ്. ഞാൻ കുറച്ചൊരു സെക്ഷൻ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് കുറച്ചുകൂടി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ AI സ്റ്റുഡിയോ കാണിച്ചു തരാം.
ഇത് നമുക്ക് ജെമിനി പോലത്തെ ഒരു ഇന്റർഫേസ് ഉണ്ടാവും. നമുക്ക് പ്ലേ ഗ്രൗണ്ടിൽ പോലെ ഡിഫറെന്റ് മോഡൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ മീൻസ് റാൻഡംനെസ്, ഡിഗ്രി ഓഫ് റാൻഡംനെസ്, ഇതൊക്കെ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. തിക്കിൻ ലെവല് അതൊക്കെ നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഡിഫറെന്റ് ടൂൾസ്, പിന്നെ API കീസ് ഉണ്ടെങ്കിൽ API കീ ഇവിടെ കൊടുക്കാം, പെയ്ഡ് API കീ. അപ്പം ഇത് ബാക്കിയുള്ള മോഡൽസിനെ പോലെ തന്നെ, ബട്ട് ഗൂഗിളിന്റെ തന്നെ ലേറ്റസ്റ്റ് മോഡൽസ് നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും ഈ ഗൂഗിൾ AI സ്റ്റുഡിയോയില്. പിന്നെ ലൈവ് പ്രിവ്യൂ, ലവബിളിലൊക്കെ പോലെ തന്നെ നമുക്ക് ഇമേജ് കോഡിങ് മാത്രമല്ല, ഇവിടെ ഇമേജ് ജനറേഷന്, സ്പീച്ച് ആൻഡ് മ്യൂസിക്, വീഡിയോ ജനറേഷൻ, ഇതൊക്കെ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഓവർവ്യൂ. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മള് വൈറ്റ് കോഡിങ് മീൻസ് നല്ല രസമാണ്, പെട്ടെന്ന് പണി തീരും, നമുക്ക് ഷിപ്പ് ചെയ്തെടുക്കാം, ബിൽഡ് ചെയ്തെടുക്കാം. ബട്ട് അതിന് എല്ലാത്തിനും എല്ലാ ഒരു കാര്യത്തിനും പോസിറ്റീവ്സ് ആയിട്ടുണ്ടാവും, നെഗറ്റീവ്സ് ആയിട്ടുണ്ടാവും. വൈറ്റ് കോഡിങ്ങിൽ കുറച്ച് റിസ്ക്സ് ഉണ്ട്. റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ സെക്യൂരിറ്റി വൾണറബിലിറ്റീസ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ചിലപ്പം വൈറ്റ് കോഡഡ് ആപ്സ് എങ്ങനെ വെച്ചാൽ, ഞാനിപ്പം ലവബിളിൽ ക്രിയേറ്റ് ചെയ്തില്ലേ, അതിലിപ്പം ഞാൻ കോഡൊന്നും റിവ്യൂ ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്ത് ആ ഒരു വെബ്സൈറ്റ് ലൈവ് നോക്കി ഞാൻ അങ്ങനെ തന്നെ ഹോസ്റ്റ് ചെയ്ത്. ബട്ട് ചിലപ്പോ എന്താണ്, ഈ API കീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എക്സ്പോസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ യൂസർ ഓത്തന്റിക്കേഷൻ ഒക്കെ, പാസ്വേഡ്സ് ഒക്കെ ഡയറക്ട്ലി വരാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ആ ഒരു പാസ്വേഡ് എക്സ്പോസ്ഡ് ആണെങ്കിൽ ആർക്കും ആണെങ്കിലും അത് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ കോഡൊന്ന് റിവ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ എന്ന് വെച്ചാൽ അധിക ഡെവലപ്പേഴ്സും, ഒരു 84% ഡെവലപ്പേഴ്സും ഇപ്പം AI യൂസ് ചെയ്തിട്ട് കോഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും നമ്മൾ ജനറേറ്റ് ചെയ്ത് കോഡ് റിവ്യൂ ചെയ്യണമെന്നില്ല. അപ്പം ബെസ്റ്റ് പ്രാക്ടീസ് എങ്ങനെ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം. നമ്മളെ കോഡ് ഇങ്ങനെ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടോ, നമ്മൾ ഗാർഡ് റെയിൽസ് സെറ്റ് ചെയ്തിട്ടുണ്ടോ, പിന്നെ API കീസ് എക്സ്പോസ് ആയിട്ടുണ്ടോ, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ പൂവർ ലോജിക് ആൻഡ് പെർഫോമൻസ്. അഡ്വാൻസ്ഡ് ഏജന്റിക് AI കോഡിംഗ് ടൂൾസ് എത്ര വരൂലെങ്കിലും, ബട്ട് നോർമൽ ടൂൾസ് ആണെങ്കിൽ ലോജിക് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കാണുമ്പോൾ കുറേ ലൈൻസ് ഓഫ് കോഡൊക്കെ ഉണ്ടാവും, ബട്ട് ലോജിക് ലോസ് ചെയ്യുന്നുണ്ടാവും ചില LLMs. ഒരു അഡ്വാൻസ്ഡ് മോഡൽസ് അങ്ങനത്തെ ഇഷ്യൂ വരില്ല. പിന്നെ ലോജിക്കിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ ബ്ലാക്ക് ബോക്സ് പ്രോബ്ലം. ബ്ലാക്ക് ബോക്സ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്തിട്ട് എന്തോ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് അത് ഹോസ്റ്റ് ചെയ്ത്, ബട്ട് അതിന്റെ ഉള്ളിലെ വർക്കിംഗ് എങ്ങനെ, ഫംഗ്ഷനിങ് എങ്ങനെയാണ്, ഫ്ലോ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ അറിയില്ല. ഒരു ബ്ലാക്ക് ബോക്സ് പോലെയാണ്. നമുക്ക് പുറത്ത് നമുക്ക് കാണാനുണ്ട്, ബട്ട് അതിന്റെ ഉള്ളിലെ ഫീച്ചേഴ്സ് എന്താണ്, ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണ്, അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഒരു നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ആളാണെങ്കിൽ അവർ വൈബ് കോഡ് ചെയ്ത് അങ്ങനത്തെ ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവർക്കൊരു ബ്ലാക്ക് ബോക്സ് ആയിട്ട് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷനിലോട്ട് നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ വരും. അതാണ് ഇതിന്റെ ഹിഡൻ റിസ്ക് പറയുന്നത്. നെവർ മെർജ് കോഡ് യു കനോട്ട് എക്സ്പ്ലെയിൻ. ഉദ്ദേശിക്കുന്നത് എങ്ങനെ വെച്ചാൽ, മീൻസ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, ലൈക്ക് API കീ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ കോഡ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നത് അതൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഒരു വലിയൊരു നമ്മള് സോളോ ബിൽഡേഴ്സും സൈഡ് ഹസിൽ ആയിട്ടൊന്നും ചെയ്യുന്ന പ്രൊജക്ട് അല്ല. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്താക്കും, AI ജനറേറ്റഡ് എന്തൊക്കെയോ റാൻഡം ആയിട്ട് ജനറേറ്റ് ചെയ്ത കോഡ് നമ്മളെ മെയിൻ ബ്രാഞ്ചിലോട്ട് മേർജ് ചെയ്യാൻ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫുൾ കോൺഫ്ലിക്റ്റ് അടിക്കും. നമുക്ക് എന്താണ് കോഡ് ജനറേറ്റ് ചെയ്ത് എന്താണെന്നൊന്നും മനസ്സിലാവാൻ നമ്മൾ ജസ്റ്റ് ഒരു റാൻഡം കോഡ് ചെയ്താൽ ആ ഒരു ഇഷ്യൂ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സൊല്യൂഷൻ ആണ് ഒരു ടൂളാണ് കോഡ് റാബിറ്റ് എന്ന് പറയാം. നമ്മൾ കോഡ് റിവ്യൂവർ, നമ്മളിപ്പോ ഒരു പ്രൊജക്ട് ഫുള്ള് ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കും. എന്നിട്ട് നമുക്ക് ടെർമിനൽ വഴി ഞാൻ പറയില്ല, ഗിറ്റ്ഹബ് കമാൻഡ്സ് ഒക്കെ നമ്മൾ ടെർമിനൽ വഴി ആക്സസ് ചെയ്യല്ലോ. അതേപോലെ ടെർമിനൽ വഴി നമുക്ക് ഈ ഒരു കോഡ് റാബിറ്റ് എന്ന് പറയുന്ന ടൂൾ റൺ ചെയ്താൽ നമ്മൾ കോഡിൽ എന്തെങ്കിലും സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് ഉണ്ടോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, പിന്നെ ആ ഇഷ്യൂ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, അങ്ങനത്തെ റെസ്പോൺസ് ഒക്കെ നമുക്ക് ലൈവായിട്ട് കിട്ടും. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ എടുക്കുന്നില്ല. പിന്നെ വേറൊരു ആ ഒരു റിസ്ക് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേറുള്ളൊരു ടിപ്പാണ് റൂൾസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ക്ലൗഡിലൊക്കെ സ്കിൽസ് ഫയൽ ഉണ്ട്, skills.md എന്ന് പറയുന്ന ഫയൽ. ആ ഫയൽ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഏജന്റിനെ പഠിപ്പിച്ചെടുക്കുകയാണ്, നീ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. ഇപ്പൊ ഓരോരുത്തർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വൈബ് കോഡേഴ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ എനിക്കിപ്പം എല്ലാ പ്രൊജക്റ്റും റിയാക്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്കില്ല് സെറ്റ് ചെയ്ത് വെച്ചു, എനിക്ക് ഈ ഞാൻ ചെയ്യുന്ന പ്രൊജക്ട്സ് ഒക്കെ റിയാക്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ഓരോ കമ്മിറ്റിന് മുന്നേയും ഞാൻ എന്റെ കോഡ് സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ നമ്മൾ ആ ഒരു ഏജന്റിനോട് അല്ലെങ്കിൽ ഒരു LLM-നോട് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് നീ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. ആ ഒരു ഫയലാണ് skills.md എന്ന് പറയുന്നത്.
അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ഫോൾഡർ ഉണ്ടാക്കി .agent എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലൊരു ഫോൾഡർ സബ് ഫോൾഡർ ഉണ്ടാക്കി സ്കിൽസ്. അപ്പൊ ഞാൻ ഒരു സെക്യൂരിറ്റി ഗാർഡ് റെയിൽ ഞാനിപ്പോ പറഞ്ഞില്ല, കമ്മിറ്റ് ചെയ്യുമ്പം വേറെ സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്കില്ല് സെറ്റ് ചെയ്തതാണ്. ഓക്കെ, അത് ഫയൽ കാണിച്ചു തരാം. ഇതാണ് skills.md. അപ്പൊ ഈ സ്കിൽസ് എങ്ങനെ വെച്ചാൽ ഞാൻ ഇതിനൊരു പേര് കൊടുത്ത്, ഇതിന്റെ പേരാണ് സെക്യൂരിറ്റി ഗാർഡ് റെയിൽസ് ആൻഡ് പോളിസി എൻഫോഴ്സ്മെന്റ്. അതിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. ഇതൊക്കെ ജനറേറ്റഡ് ആണ്. നിങ്ങൾക്ക് നോട് തന്നെ ഇതിപ്പം ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുത്താൽ ക്രിയേറ്റ് മീ എ സ്കിൽ ബേസ്ഡ് ഓൺ പ്രീവിയസ് കോൺവെർസേഷൻ കൊടുത്താൽ ഇതന്നെ ഓട്ടോമാറ്റിക്കലി ഒരു സ്കില്ല് ജനറേറ്റ് ചെയ്ത് തരും. ഇതിപ്പോ ഞാൻ ഒരു സ്കില്ല് ഉണ്ടാക്കിയ സ്കിൽസിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഫസ്റ്റ് ഇവിടെ നെയിം കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ട്രിഗർ, ഇൻസ്ട്രക്ഷൻസ് അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ ഞാൻ ഈ സേഫ്റ്റി ഗാർഡ് റെയിൽസിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് ട്രിഗർ, ഇൻസ്ട്രക്ഷൻ, സീക്രട്ട് സ്കാനിങ് ചെയ്യണം, കോഡ് ബേസിൽ സ്കാനിങ് ചെയ്യണം, പിന്നെ API കീ പാസ്വേഡ് ഒന്നും ഇല്ല എന്നൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, പിന്നെ എൻവയൺമെന്റ് വേരിയബിൾസ് API കീസ് ഒന്നും എക്സ്പോസ്ഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ, എൻവയൺമെന്റ് ഐസൊലേഷൻ .env ഫയല് കമ്മിറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലത്തെ സ്കിൽസ് ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, ഒരു ഷെൽ കമാൻഡ്. അപ്പം API സീക്രറ്റിന്റെ ഒരു ഇതാണ് റെഗെക്സ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഐഡന്റിഫയർ ഉണ്ട്. അത് വെച്ചിട്ട് API കീസ് ഒന്ന് എക്സ്പോസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ സ്കിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സ്കില്ല് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് അറിയില്ലെങ്കിൽ ഇതിൽ കുറെ സ്കിൽസിന്റെ ഫോർമാറ്റ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് SEO, ക്ലൗഡ് സ്കിൽസ്, N8N സ്കിൽസ്, അങ്ങനെ കുറെ സ്കിൽസ് ഉണ്ട്. ഇവിടെ നമുക്ക് ക്ലൗഡ് എന്ന് കൊടുത്താൽ ക്ലൗഡിന്റെ സ്കിൽസ് സെറ്റ് ചെയ്യാൻ പറ്റും. ക്ലൗഡ് കോഡ് ഞാനിപ്പോ കാണിക്കാത്തത് എന്താ വെച്ചാൽ ക്ലൗഡ് കോഡ് ഫ്രീ അല്ല. അപ്പം നോർമൽ കോഡ് മീൻസ് നോർമൽ ക്ലൗഡ് അല്ലല്ലോ മാം ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ കാണിക്കുന്നത്. ക്ലൗഡ് കോഡ് ഒക്കെ ഭയങ്കര പവർഫുൾ ആൻഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, നമുക്ക് കുറെ ഏജൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് സബ് ഏജൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിന്റെ ഒക്കെ ഒരു ഓർക്കസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം കോഡിങ്ങിന് അടിപൊളി ടൂളാണ് ക്ലൗഡ് കോഡ്. ബട്ട് അത് ഫ്രീ വേർഷൻ അത് അവൈലബിൾ അല്ല. അപ്പം ഇതാണ് പിന്നെ വേറെ സ്കിൽസിന്റെ ഫോർമാറ്റ്സ്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തന്നെ കുറെ സ്കിൽ ഫയൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മളെ ഏത് ആവശ്യമാണ് അതിനനുസരിച്ചിട്ടുള്ള സ്കിൽ ഫയൽസ് ആക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഹോസ്റ്റിങ്ങിന് നിങ്ങൾക്ക് ലവബിൾ എല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രീ ഹോസ്റ്റിംഗ് ടൂൾസ് ആണ് നെറ്റ്ലിഫൈ, വേഴ്സല്, റെയിൽവേ എന്നൊക്കെ പറ്റുള്ള ടൂൾസ് ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പ്രൊജക്ട് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. വേറെ എന്താണ്, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓപ്പൺ ഫ്ലോ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എന്തൊക്കെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ കണ്ടു. ലൈക്ക് നമ്മളെ ഡിവൈസിന് ഫുൾ ആക്സസ് കിട്ടാണല്ലോ. ഞാൻ ഓപ്പൺ ഫ്ലോ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഞാൻ കഴിഞ്ഞൊരു സെഷൻ എടുത്തേരം എന്നോട് ഡൗട്ട് വെച്ചിട്ടുണ്ടായത് അവർക്ക് എഫക്റ്റീവ് ആയിട്ട് പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനുള്ളൊരു ആൻസർ ആണ് ഞാൻ പറയുന്നത്. നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് ChatGPT-നോട് ചോദിച്ചാൽ മതി, ഇതാണ് എന്റെ ഐഡിയ, ക്രിയേറ്റ് ആൻ എഫക്റ്റീവ് പ്രോംപ്റ്റ് ഫോർ ഡിസൈനിങ് ഇറ്റ്, അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ നിങ്ങൾക്ക് പ്രോംപ്റ്റ് ഐഡിയാസ് കിട്ടും. പിന്നെ PRT ഞാൻ പറയില്ല, അതൊക്കെ ChatGPT അല്ലെങ്കിൽ ഏത് LLM ഇട്ട് കൊടുത്താലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് ജനറേറ്റ് ആയി കിട്ടും. നിങ്ങൾ അതും മാനുവലി ചെയ്യണമെന്നില്ല. ഫുള്ള് നമുക്ക് ജസ്റ്റ് ഞാൻ നേരത്തെ ഡെഫിനേഷൻ പറഞ്ഞ പോലെ തന്നെ പ്ലെയിൻ ഇംഗ്ലീഷിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇത്രയും ടൂൾസ് ആണ് ഞാനും ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പം വേറെ ആർക്കും അഭിപ്രായങ്ങളൊന്നും ഇല്ലേ? പിന്നെ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്റെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് മീ ഓൺ ലിങ്ക്ഡിൻ. പിന്നെ നിങ്ങളെ ഈ സെഷന്റെ
അഭിപ്രായം റിവ്യൂ നിങ്ങളെ ഗ്രൂപ്പിൽ എല്ലാവരും പറ്റാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പം എനിക്ക് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാലോ. പിന്നെ നല്ല റിവ്യൂസ് ആണെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യാലോ. ഇപ്പം വേറെ ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല. ഓക്കെ, എന്നാ നമുക്ക് കൺക്ലൂഡ് ചെയ്യല്ലേ? എനിക്കെന്നാ കൺക്ലൂഡ് ചെയ്യാം. Hi all, myself Mohammad Shadil MP. I'm the tech lead of Milan JC Palakkad. As you all know, vibe coding is a term we are hearing on a day-to-day basis. And as engineers, it's really important that we are familiar and updated with such terms. So I believe through today's session, we got to understand what vibe coding is, how to do vibe coding, and how useful it is. Also, the risks of vibe coding and things to look out for. So I would like to take this opportunity to give a special thanks to our speaker, Naurin ma'am, for this beautiful and informative session. And I would like to conclude my words thanking each and everyone present here, myself, and on behalf of Milan JC Palakkad. Thank you. ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് മൈക്ക് ഓൺ ആക്കിയിട്ട് പറയാട്ടോ. ഫീഡ്ബാക്കോ സജഷൻസോ ഡൗട്ട്സോ? നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യണേ. പിന്നെ എന്തേലും നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക്ഡിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു എവ്രി വൺ. അപ്പൊ ലീവ് ചെയ്തു. Thank you, ma'am. പറഞ്ഞോളൂ. ഹലോ, ഞാൻ ദേവിയാണ്. സോ ഇത്രത്തോളം AI അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പൊ ടെക്നോളജിയിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ വരുന്ന ഡെവലപ്പേഴ്സിന്റെ ഒക്കെ ജോലി പോകത്തില്ലേ? ലൈക്ക് ഇത്രയും ഡെവലപ്പേഴ്സിന് ഇനി ആവശ്യമുണ്ടോ? എല്ലാരും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണല്ലേ നമ്മളെ AI വന്നാൽ നമ്മള് ജോലി പോകും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പ്രോപ്പർ ആയിട്ട് AI അങ്ങനെ നമ്മളൊരു ഹ്യൂമൻ ലെവലിലുള്ള തിങ്കിങ് കേപ്പബിലിറ്റി ഇതുവരെ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മള് ഒരു ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വേറൊരു ഫീച്ചറിന്റെ ഫ്ലോ അങ്ങ് പൊട്ടും. ഇതിപ്പം ഞാനിപ്പോ ഇന്റേൺഷിപ്പിന് കയറിയാലും ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാണ്. നമുക്ക് പെർഫെക്റ്റ്ലി നമ്മള് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ തന്നെ നമുക്കൊരു ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ലൈറ്ററേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ബഗ് ഫിക്സ് ചെയ്യുക, പുതിയ ഫീച്ചേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുക, അതൊന്നും നമുക്ക് കംപ്ലീറ്റ്ലി AI കൊണ്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് നമുക്ക് AI അസിസ്റ്റ് ചെയ്തിട്ട് കോഡ് ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് ആ ഒരു തിങ്കിങ് കേപ്പബിലിറ്റി ഇല്ലേ, ആ ഒരു ഹ്യൂമൻ ലെവലിലുള്ള ആ ഒരു കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റലിജൻസ് AIക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ എങ്ങനെയായാലും ഡീബഗ് ചെയ്യാനോ അല്ല നമ്മൾ ഐഡിയാസ് പ്രോപ്പർലി ഇംപ്ലിമെന്റ് ചെയ്യാനോ എങ്ങനെയായാലും അവിടെ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മീൻസ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ആ ഒരു ലെവലില് ഇപ്പം ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്നൊക്കെ പറ്റുള്ള ലെവലിലുണ്ട്. ആ ഒരു ലെവൽ എത്തിയാല് ചിലപ്പോൾ നമ്മൾ വിടും. ആ ഒരു ലെവൽ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം ആ ഒരു തിങ്കിങ് കേപ്പബിലിറ്റി എത്തുന്നവരെ അങ്ങനെ പോകുന്നില്ല. അവരെത്തിയാലും നമുക്ക് ആ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഫുള്ളി AI നമുക്ക് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയായാലും നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാനല്ല, ഇവിടെ ഒരു ഫ്ലോ പൊട്ടിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് എന്തായാലും AI കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ നമുക്കൊരു ഫുള്ളി ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കംപ്ലീറ്റ്ലി AI റീപ്ലേസ് ചെയ്യാൻ നമുക്ക് വരാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. Okay, thank you, ma'am.